അതെ, വീണ്ടും വീണ്ടും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ കഷ്ടത്തിൽ തന്നെ കാര്യങ്ങൾ. ഇപ്പോൾ ഗ്യാസിന് വില കൂടിയെന്നും പറഞ്ഞിട്ട് നമ്മൾ പൈസ 3 രൂപയും 2 രൂപ വെച്ചൊക്കെ കൂട്ടിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അടുത്തത് പാലിനും ബീഫിനും അരിക്കും എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കണേ, പച്ചക്കറിക്കാണെങ്കിലും. അതുകൊണ്ട് നമ്മളും അതനുസരിച്ച് കൂട്ടിയില്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ ഈ മാസമൊക്കെ നമ്മുടെ ഐറ്റംസിനൊക്കെ വീണ്ടും വില കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയിട്ടില്ല. നമ്മൾ നിലവിലത്തെ ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കണേ. ചായക്കൊക്കെ നമ്മൾ 1 രൂപ കൂട്ടിയുള്ളൂ, പക്ഷേ അതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചായക്ക് 20 രൂപയെങ്കിലും ആക്കണം. ശരിക്കും മിനിമം 15 ഇനി കിട്ടിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇത് ഒരു വരും മാസങ്ങളിലൊക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ നിങ്ങൾക്ക് ഹോട്ടൽ മേഖല? തീർച്ചയായിട്ടും. ഇപ്പം തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് രാവിലെ എത്തണം. രാവിലെ ഇതൊന്നും അല്ല കടയിൽ സാഹചര്യം. ഇതിനും കൂടുതൽ കസ്റ്റമേഴ്സ് രാവിലെയൊക്കെ ചായ കുടിക്കാൻ വന്നിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ വളരെ കുറഞ്ഞ്. ഇനിയും പ്രതിസന്ധി തന്നെയായിരിക്കും, കാരണം ഇനിയും വില കൂടും എന്നാണ് പറയണത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രയാസത്തിലായിരിക്കുള്ളൂ കാര്യങ്ങൾ. ചില ഹോട്ടലുകളൊക്കെ അവിടുത്തെ ഐറ്റംസിന്റെ എണ്ണമൊക്കെ കുറച്ച് കണ്ടു, അങ്ങനെയൊക്കെ കുറച്ച്. നമ്മൾ നിലവിൽ ഗ്യാസ് കിട്ടി തുടങ്ങിയപ്പോൾ കുറച്ചതെല്ലാം അതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പോണത്.